ഒക്ടോബർ 31 വിശുദ്ധ അൽഫോൺസ് റോഡ്രിഗസിന്റെ തിരുനാളിൽ ആഗോള സഭ. ഈശോ സഭയിലെ ഒരു അൽമായ സഹോദരനായിരുന്നു അൽഫോൺസ് റോഡ്രിഗസ്. സ്പെയിനിൽ സെഗോവിയയിൽ ഭക്തരായ മാതാപിതാക്കന്മാരിൽ നിന്നാണ് അദ്ദേഹം ജനിച്ചത്. ചെറുപ്പം മുതൽ അൽഫോൺസ് ദൈവമാതൃ ഭക്തനായിരുന്നു. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ചിത്രം ചുംബിക്കാനുണ്ടായിരുന്ന താല്പര്യം ഉറച്ച ഒരു ഭക്തിയായി അദ്ദേഹത്തിൽ വളർന്നു. 12ാമത്തെ വയസ്സിൽ ജപമാല ചൊല്ലാൻ പഠിച്ച അൽഫോൺസ് അന്നു മുതൽ മരണം വരെ ജപമാല മുടക്കിയിട്ടില്ല. അൽക്കായിലെയും വലൻസിയയിലെയും സർവകലാശാലയിൽ അവൻ അധ്യയനം ചെയ്തു. പിതാവ് മരിക്കയാൽ വിദ്യാഭ്യാസം നിർത്തി കുടുംബകാര്യം അന്വേഷിക്കേണ്ടതായി വന്നു. ദിവസം തോറും അവൻ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുകയും ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുകയും ചെയ്തിരുന്നു. അൽഫോൺസ് വിവാഹം കഴിച്ച് ഒരു കുട്ടിയുണ്ടായി. താമസിയാതെ അമ്മയും കുട്ടിയും മരണപ്പെട്ടു. മറ്റൊരു വിവാഹത്തിനു വേണ്ടി അൽഫോൺസ് ചിന്തിക്കുകയുണ്ടായില്ല. അദ്ദേഹത്തിന് ഈശോ സഭ നോവിഷ്യറ്റിൽ ഒരു അൽമായ സഹോദരൻ എന്ന നിലയിൽ പ്രവേശനം ലഭിച്ചു. 6 മാസത്തിനു ശേഷം മജോർക്കായിലുള്ള മൊണ്ടേഷൻ കോളേജിലേക്ക് മാറ്റം കിട്ടി. അവിടെ വെച്ചാണ് അദ്ദേഹം വ്രതമെടുത്തത്. 50 കൊല്ലത്തോളം അദ്ദേഹം